Hi viewers and friends, Namaskaram and good morning to all. ജിയോ കിച്ചൺ ടൂർ വൈബ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്തില്ലേ, അപ്പോൾ ഇനി ക്രിസ്മസിൻ്റെ കേക്കൊക്കെ വളരെ പ്രാധാന്യമേറുന്നില്ല. യൂട്യൂബ് ചാനലിൽ ഇഷ്ടംപോലെ വരാൻ തുടങ്ങും കേക്കൊക്കെ ഉണ്ടാക്കാൻ. പക്ഷേ ഇത്തവണ ഞാൻ പ്ലം കേക്കോ അങ്ങനെയുള്ള ക്രിസ്മസ് കേക്ക് ടൈപ്പിലേക്കല്ല ഉദ്ദേശിക്കുന്നത്. ഞാനിതൊരു കോണ്ടിനെൻ്റൽ കേക്കാണ്. ഇത് ബട്ടർ മിൽക്ക് പൗണ്ട് കേക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് 2020 യൂറോപ്പിൽ കണ്ടുപിടിച്ച ഒരു കേക്കാണ്. ഇതുവരെ നടന്നു പോരുന്നത്. ഇവിടെ അങ്ങനെ സാധാരണ അത് അധികം ഉണ്ടാക്കാറില്ല ആരും എന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പേര് ബട്ടർ മിൽക്ക് പൗണ്ട് കേക്ക് എന്നാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഇതുണ്ട്. നമ്മുടെ ലെമൺ എക്സ്ട്രാക്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മളൊരു കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ലെമണിൻ്റെ നാരങ്ങ തൊലി ഇറക്കിയിട്ടിട്ട് വോഡ്കയിലൊക്കെ ഇട്ടിട്ട് അലിയിച്ചെടുക്കുക ചെയ്യുന്നത്. ഇതിപ്പോൾ അതൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് വരുത്തിച്ചാണ്. വിലയുണ്ട്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകിൽ ലെമൺ എക്സ്ട്രാക്റ്റ് വാങ്ങിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ലെമണിൻ്റെ തൊലി എടുത്തിട്ട് അത് കണ്ടിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് വോഡ്കയിലോ അല്ലെങ്കിൽ ഇതിനാണെങ്കിലും നമ്മുടെ റമ്മിലോ അല്ല ബ്രാൻഡിനൊക്കെ ഇട്ട് കഴിഞ്ഞാലും മതിയാവും. അങ്ങനെ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറും കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം. അതിനു മുമ്പ് ഇത് നമ്മുടെ അവനാണ്. അവൻ ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റിലേക്ക് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന ഐറ്റങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. 3 കപ്പ് ആൾ പർപ്പസ് ഫ്ലോർ എന്നാണ് പറയുക. നമ്മുടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പാണ്. പിന്നെ 3 കപ്പ് ഷുഗർ ഉണ്ട്. ഇതിനെ വൈറ്റ് ഷുഗർ ആക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മളിതിൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് വൈറ്റ് ആക്കിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ബട്ടർ മിൽക്കാണെന്ന് പറഞ്ഞാൽ മോരാണ്. പിന്നെ ഇത് 1 കപ്പ് ഷോർട്ടനിങ് എന്ന് പറയും. ഷോർട്ടനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വനസ്പതി ഗീ അല്ലെങ്കിൽ ഡാൽഡ എന്നൊക്കെ പറയുന്ന സാധനമാണ്. എന്തുകൊണ്ടാണ് ഇത് ഷോർട്ടനിങ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ബേക്കറി ഭാഷയിലും അല്ലെങ്കിൽ കുക്കറി ഭാഷയിലും ഷോർട്ടനിങ് എന്ന് പറയുന്നത് നമ്മുടെ മൈദ അല്ലെങ്കിൽ ആട്ട ഇത് കുഴയ്ക്കുമ്പോൾ ഒരു ഇലാസ്റ്റിക് പോലൊരു സംഗതി വരും. അതിന് ഗ്ലൂട്ടൻ എന്നാണ് പറയുക. നമ്മൾ വലിച്ചാൽ നീളുന്ന വാരിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൈദയൊക്കെ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പരത്തി കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വരും, ഇലാസ്റ്റിക് പോലെ. അത് ഗ്ലൂട്ടൻ്റെ ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ ഷോർട്ടനിങ് എന്ന് പറഞ്ഞ സാധനം ഈ ഓയിൽ അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ അതിനെ ഗ്ലൂട്ടന് ഷോർട്ടൻ ചെയ്യുക എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഷോർട്ടനിങ് എന്ന് പറയുന്ന പേര്. ഇത് നിങ്ങൾ പലയിടത്തും കേൾക്കാനിടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതേ. അപ്പോൾ ഷോർട്ടനിങ് എന്ന് പറയുന്ന സാധനം 1 കപ്പുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് വേണ്ടത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മാത്രമേ, ബേക്കിംഗ് പൗഡറൊന്നും വേണ്ട, ബേക്കിംഗ് സോഡ മാത്രമേ വേണ്ടൂ. പിന്നെ ഇത് വാനില എസൻസ് ആണ്, 1 ടീസ്പൂൺ ഉണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ ലെമൺ എക്സ്ട്രാക്റ്റ് ആണ്. ഇത് 2 ടേബിൾ സ്പൂൺ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും അത് നമ്മളിപ്പോൾ പ്രീ ഹീറ്റിന് വെച്ച് കഴിഞ്ഞു. നമുക്ക് ഏറ്റവും ആദ്യമേ നമ്മൾ മൈദയും ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ബേക്കിംഗ് സോഡ ഇതുകൊണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഈ ഷുഗറും ഡാൽഡയും നമ്മുടെ ഷോർട്ടനിങ് ഡാൽഡയും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. 3 കപ്പ് പഞ്ചസാരയാണ്. ഡാൽഡ ഇതിൽ ചേർത്താം. ഷുഗറിൽ ഡാൽഡ ചേർത്തിട്ട് ഇലക്ട്രിക്കൽ ബീറ്റർ കൊണ്ട് നമുക്ക് അടിച്ചെടുക്കണം.
സ്പീഡ് കുറച്ചിട്ടേ ആദ്യമേ തുടങ്ങാവുള്ളൂ, അല്ലെങ്കിൽ പൊടി പറക്കാൻ തുടങ്ങും. സ്പീഡ് കൂട്ടാം. നമുക്ക് ബട്ടർ മിൽക്ക് ചേർക്കാം. ഇനി നമുക്ക് മുട്ട ചേർക്കാം. 6 മുട്ടയുണ്ട്. ഒരു കേക്കിന് 6 മുട്ട. മുട്ട നമ്മൾ അടിച്ചൊഴിച്ചു. ഈ മുട്ടയുടെ കൂടെ ഇതിൻ്റെ ഉളുമ്പ് ചുവ മാറുന്നതിന് വേണ്ടി നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് അടിക്കാം. ഇത് നമ്മുടെ ലെമൺ എക്സ്ട്രാക്റ്റാണ് ഞാൻ ചേർക്കുന്നത്. ഒന്നടിക്കാം. ഇരിക്കട്ടെ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഫ്ലോർ മിക്സാണ്. സാധാരണ കേക്കുകൾക്കൊന്നും ഫ്ലോർ മിക്സ് ചെയ്തിട്ട് ബീറ്ററിൽ അടിക്കാറില്ല. ഫോൾഡിംഗ് എന്നാണ് പറയുക. നമ്മൾ നല്ലൊരു സ്പൂൺ കൊണ്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് നമ്മൾ ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് തന്നെ അടിക്കേണ്ടതാണ്. സ്പീഡ് കുറച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. സ്പീഡ് കൂട്ടി കൂട്ടി വിടുക. നമ്മൾ ഈ മോൾഡിൻ്റെ സൈഡിൽ മോൾഡ് പലതരത്തിലും നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ഒന്നുകിൽ ഇത് എണ്ണയോ അല്ലെങ്കിൽ ഡാൽഡയൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ ഡസ്റ്റ് ചെയ്യുക. ഈ ഫ്ലോർ കൊണ്ട് നമ്മുടെ മൈദ കൊണ്ട് ഡസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പോലും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം നമ്മൾ അല്പം ബട്ടർ പുരട്ടേണ്ടി വരും. ഇപ്പം മൂന്നാമതൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും വേണ്ട. ഇതാണ് പാർച്ച്മെൻറ്റ് പേപ്പർ എന്നാണ് ഇതിൻ്റെ പേര്. പാർച്ച്മെൻറ്റ് പേപ്പർ. ഇത് ഈ ആമസോണിലൊക്കെ കിട്ടും പാർച്ച്മെൻറ്റ് പേപ്പർ. ഈ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബട്ടറോ എണ്ണയോ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാനിവിടെ ഇത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബാറ്റർ ഇല്ലേ, ഈ ബാറ്റർ അല്പം തേച്ചിട്ട് ഇത് നമുക്കിതിൽ ഒട്ടിച്ച് പിടിപ്പിക്കാം. ഞാൻ നേരത്തെ ഒരിക്കലും കാണിച്ചിരുന്നു. ഇത് വളരെ എളുപ്പമാണ്. പാർച്ച്മെൻറ്റ് പേപ്പർ ആകുമ്പോൾ ബട്ടർ ഒന്നും തേക്കണ്ട. നല്ല കേക്ക് നല്ല കണ്ടീഷനായിട്ട് ഇതിൽ ഒട്ടി പിടിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ബാറ്റർ ഇപ്പം നമ്മൾ മോൾഡ് എന്നാണ് ഇതിന് പറയുക. മോൾഡിലേക്ക് ഒഴിക്കാനുള്ളതായി നമ്മൾ മോൾഡ് പ്രിപ്പയർ ചെയ്തു. ഇനി നമ്മൾ ഒഴിക്കേണ്ടതേ ഉള്ളൂ. ഒരു ഏകദേശം കണക്ക് 2 കേക്കിനുള്ളതുണ്ട്. ഇത് മതി. അപ്പോൾ നമ്മൾ ഇതൊന്ന് തട്ടുക. നന്നായിട്ട് തട്ടിയിട്ട് ഇത് എയർ കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ അടുത്ത മോൾഡ് എടുക്കാം. നമ്മുടെ ഓവൻ 175 ഡിഗ്രി സെറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. എങ്കിലും ഞാനൊരു 180-190 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യുന്നു. സമയം 75 മിനിറ്റാണ്.
കൂടുതൽ കൊടുക്കാം, കുഴപ്പമില്ല. കാരണം നമുക്ക് ഇതുണ്ട്, നമ്മൾ പ്രീ ഹീറ്റ് ആയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി വെക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഒരു ഏകദേശം 30-35 മിനിറ്റേ ആയുള്ളൂ. ഇനി ഒരു അത്ര സമയം കൂടി ഇരിക്കണം. അതുവരത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഞാൻ ഒരു കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൽ അല്പം ബാറ്റർ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ബേക്കായെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ നോക്കിയിരുന്നു. ഇത് നമ്മളിതിൻ്റെ ചെക്ക് ചെയ്യുന്നത് നമ്മളൊരു ടൂത്ത് പിക്സ് പോലെ സാധനം ഇത് അമർത്തുമ്പോൾ ഇതിൻ്റെ അകത്ത് ക്ലീനായിട്ട് പുറത്ത് വരികയാണെങ്കിൽ ഇതായി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിതായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാറാവും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ കേക്കൊന്ന് നോക്കാം. ക്ലീനായിട്ട് വരുന്നുണ്ട്. ഇതൊരു അല്പം കൂടെ വേണം, ക്ലീൻ ആവാറുണ്ട്. 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. രണ്ടാമത്തെ കേക്ക് നമുക്ക് എടുക്കാനായിട്ടുണ്ട്. നമ്മൾ നോക്കട്ടെ. പീസ് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കാം. ഓഫ് ചെയ്തു. കുറച്ച് നേരം തണുക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഡീമോൾഡ് ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ കേക്കും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മോൾഡ് മറ്റേ മോൾഡിനേക്കാളും അല്പം കൂടെ ഡയമീറ്റർ കുറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ബാറ്റർ കൂടുതൽ വന്നത്. അത് സമയമെടുത്തത്. പിന്നെ സമയമെടുത്തതിൻ്റെ കാരണമുണ്ട്. നമ്മൾ ഈ മറ്റ് കേക്കിനേക്കാളും ബട്ടർ മിൽക്കൊക്കെ ചേർത്ത് ലിക്വിഡ് കൂടുതലുള്ള കേക്ക് ആയതുകൊണ്ടാണ് സമയമെടുത്തത്. 75 മിനിറ്റ് കറക്റ്റ് എടുത്തു. ഇതിന് അത്ര സമയം എടുക്കും. ഇത് ജലാംശം കൂടുതലുണ്ട്. മറ്റ് കേക്കിനൊക്കെ അത്ര ജലാംശമില്ല. എല്ലാം കുഴച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സമയം കുറച്ചെടുത്തു ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബട്ടർ മിൽക്ക് പൗണ്ട് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇത് ചേർക്കുന്നതുകൊണ്ടാണ്, ലെമൺ എക്സ്ട്രാക്റ്റ് ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ കഴിച്ചിട്ടില്ലാത്തൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് ക്രിസ്മസിന് വേണ്ടിയും ഈ കേക്ക് ഉപയോഗിക്കാം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. പിന്നെ ആ ലെമൺ എക്സ്ട്രാക്റ്റ് നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ എക്സ്ട്രാക്റ്റ് വരുത്തിക്കണം. ആമസോണിൽ നിന്ന് കിട്ടും. അത് വരുത്തിക്കണം എന്ന് കഴിഞ്ഞാലേ ഇതിന് ടേസ്റ്റ് കിട്ടുള്ളൂ, ശരിയായ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അതോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് കൂടി ഇത് അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് കേക്ക് ഉണ്ടാക്കി നോക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതൊരു പുതിയ തരം കേക്കാണ്. പലതരത്തിലും പ്ലം കേക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ മാർക്കറ്റിലൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകതയായിട്ട് ഒരു പെക്യൂലിയർ കേക്കാണിത്. ഇതൊരു പ്രത്യേകതരം കേക്കാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ മുമ്പ് തന്നെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുന്നവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അത് ഞാൻ പറഞ്ഞതുപോലെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടേ നിങ്ങൾ നോക്കാവുള്ളൂ. ഇനി കിട്ടിയില്ല എങ്കിൽ ഒന്നുകൂടെ കയറി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഇൻഗ്രീഡിയൻസ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കേക്കിനൊക്കെ പ്രത്യേകതയാണ്. കാരണം ആ കൃത്യമായിട്ട് അളവ് തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസവും ക്രിസ്മസിൻ്റെ ആശംസകളും നേർന്നുകൊണ്ട് ജോർജ് ജിയോ കിച്ചൻ ടൂർ വൈബ്സ്. Bye.